ഹായ് ഓൾ. തലവര എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മൂവിയെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വട്ടം ഞാൻ കൂലി മൂവിയുടെ റിവ്യൂ ഇട്ടിരുന്നു. അതിന് താഴെ വന്ന് ഒരാൾ കമൻറ്റ് ഇട്ട് എനിക്ക് റിവ്യൂ പറയാനൊന്നും അറിയത്തില്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട് കോപ്പി അടിച്ചിട്ടാണ് ഞാൻ പറയുന്നതെന്നൊക്കെ. എനിക്ക് പറയാനുള്ളത്, എനിക്കങ്ങനെ മറ്റുള്ളവരൊന്നും കണ്ട് കോപ്പി അടിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരവരുടെ ശൈലിയിൽ അവരവരുടെ ഇഷ്ടത്തിനൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ശൈലിയിൽ ചെയ്യുന്നു. ഓരോ മനുഷ്യരും വ്യത്യസ്തരല്ലേ, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഞാൻ കോപ്പി അടിച്ച് ചെയ്യുന്നു എന്ന് തോന്നുന്നവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് പോകാം. തലവര സിനിമ അർജുൻ അശോകൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ്. അഖിൽ അനിൽകുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും അഖിൽ അനിൽകുമാർ ആൻഡ് അപ്പു അസ്ലമാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, രേവതി ശർമ്മ, അശോകൻ, പ്രശാന്ത് മുരളി തുടങ്ങിയവരൊക്കെയാണ്. ഇനി സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. അത് സങ്കടമായാലും സന്തോഷമായാലും ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആ ഫീലിങ്സിനോട് കൂടെ തന്നെ പ്രേക്ഷകൻ്റെ മനസ്സ് ഒപ്പം സഞ്ചരിക്കുന്നു. അവർക്കൊപ്പം, നായകനൊപ്പം ആയാലും മറ്റുള്ളവർക്കൊപ്പം ആയാലും അവരോടൊപ്പം സന്തോഷിക്കുക, അവരോടൊപ്പം സങ്കടപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങിലാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. അടിപൊളി മേക്കിംഗ്. നമ്മൾ സാധാരണ മറ്റ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് ഇതിലും അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഒട്ടും ബോറടിപ്പിക്കാതെ അടിപൊളിയായിട്ട് പ്രേക്ഷകരിലെത്തിക്കാൻ ഇവരുടെ ആ ഒരു ശ്രമം പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിന് ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ഒരു സ്കിൻ ഡിസീസ് ഉണ്ട്. അപ്പോൾ നോർമലി ആ മനുഷ്യൻ ആ ഒരു സ്കിൻ ഡിസീസുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നോർമലായിട്ടുള്ള ജീവിതം, അതായത് ഇങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ ഇതിനൊപ്പം ജീവിച്ചാലേ പറ്റൂ എന്നൊരു ചിന്തയിൽ നോർമലായിട്ട് മുന്നോട്ട് നയിക്കുന്നു. നായിക മോട്ടിവേറ്റ് ചെയ്യുന്നു. കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നായികയാണ് ഇതിലുള്ളത്. എന്തായാലും ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അർജുൻ അശോകൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഇറങ്ങിയ സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നിലെന്ന് പറയുന്നത് പോലെ അടിപൊളിയായി അർജുൻ അശോകൻ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ണും മനസ്സും നിറച്ച നല്ലൊരു സിനിമ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ. നിങ്ങളിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത്. ബൈ ബൈ.